റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറയുന്ന കവിയുടെ മനോഹരമായിട്ടുള്ള ചില കവിതാ ശകലങ്ങൾ ഓർമ്മയില്ലേ? ദ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്, ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്, ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്, ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. എല്ലാവരും കേട്ടിട്ടുള്ള വരികളായിരിക്കും അല്ലേ? ഇവിടെ കവി പറയുന്നത്, എനിക്ക് മനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ, ഈ ഫോറസ്റ്റിന്റെ കാഴ്ച, ഈ ഡീപ്പായിട്ടുള്ള കാഴ്ച കാണാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്, എനിക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നിറവേറ്റാനുണ്ട്. ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്, ഉറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ദൂരം എനിക്ക് യാത്ര ചെയ്യാനുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കും ഒരുപാട് പ്രോമിസസ് കീപ്പ് ചെയ്യാനില്ലേ? അതേപോലെ ഈ മരണമാകുന്ന ഉറക്കം വരുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ നമുക്കും ചെയ്തു തീർക്കാനില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമയം ഏറ്റവും എഫക്റ്റീവായിട്ട്, ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 3 മെത്തേഡിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്, ഓട്ടോമേറ്റ് റിപ്പീറ്റഡ് ടാസ്ക്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇമെയിലിൽ സ്ഥിരമായിട്ട് മെസ്സേജ് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ഇമെയിൽ ഓട്ടോമേഷൻ ചെയ്യാവുന്ന ടൂളുകളുണ്ട്. അതേപോലെ ഒരുപാട് CRM ടൂളുകൾ അവൈലബിൾ ആണ്. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ ഒരുപാട് ടൂളുകൾ അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻസ് നടത്താൻ വേണ്ടി പറ്റും. ഓട്ടോമാറ്റിക് ആയിട്ട് ഇതെല്ലാം പോവുകയും ചെയ്യും. അതുപോലെ രണ്ടാമത്തെ കാര്യമാണ് യൂസ് ടെംപ്ലേറ്റ്സ് ആൻഡ് സിസ്റ്റംസ്. ടെംപ്ലേറ്റുകൾ ഉപയോഗിക്കുക, സിസ്റ്റംസ് ഉപയോഗിക്കുക. ഇപ്പൊ നമ്മൾ സെയിൽസ് ചെയ്യാനുള്ള ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ട് അവിടെ സെയിൽസിന് ഒരു സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കുക, എന്നിട്ട് അതൊരു ടെംപ്ലേറ്റ് ആക്കി മാറ്റുക. പുതുതായിട്ട് വരുന്ന ഏത് സ്റ്റാഫ് വന്നാലും അവരോട് ഈ ടെംപ്ലേറ്റിൽ കൃത്യമായിട്ടുള്ള പേര് മാത്രം മാറ്റിയിട്ട് ബാക്കിയുള്ളത് നോക്കി വായിച്ചാൽ മതി എന്ന് പറയാം. വളരെ പ്രൊഫഷണൽ ആയിട്ട് ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതേപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഓഫീസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെംപ്ലേറ്റ് ആക്കി, സിസ്റ്റം ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. മൂന്നാമത്തെ കാര്യമാണ് ഹയർ സപ്പോർട്ട്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആവശ്യം വരുന്നതിന് മുമ്പ് തന്നെ ആ സപ്പോർട്ട് ഹയർ ചെയ്ത് വെക്കാന്ന് പറയും. അത് എംപ്ലോയി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളൊരു കാര്യം ആയിപ്പോലും. ഇപ്പൊ ഒരിക്കൽ പോലും എല്ലാം നിങ്ങൾ തന്നെ പഠിച്ചിട്ട് നിങ്ങൾ തന്നെ ഇംപ്ലിമെന്റ് ചെയ്ത് നിങ്ങൾ തന്നെ ചെയ്യാമെന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത്. മറിച്ച് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. മറിച്ച് ആ മേഖലയിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളെ ആ സമയത്തിന് വേണ്ടി മാത്രം ഒന്ന് ഹയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ആ പ്രവർത്തി നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരുപാട് സമയം അതുവഴി നമുക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. ഓക്കെ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് പുതുതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടാവും. ഒരുപാട് ഐഡിയയും മനസ്സിലുണ്ടാവും. പക്ഷെ എങ്ങനെയാ ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത് ഒന്നും ഐഡിയ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളും അതേപോലെ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 1, 2, 4, 5 വർഷങ്ങളൊക്കെ ആയി, പക്ഷെ ഇതുവരെ ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല, സ്കെയിലബിൾ ആക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവരെയും സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയതിനു ശേഷം പരസ്പരം സഹായിച്ച് വളരാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി താഴെയുള്ള ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട്. അതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ആ മെസ്സേജ് ഇടുക. ബാക്കിയുള്ള നമുക്ക് നേരിട്ട് സംസാരിക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.